PR എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയാം? അനീഷ് ആദ്യമായിട്ട് കേൾക്കുകയാണ് PR. അതുവരെ അറിഞ്ഞൂടാ PR എന്ന് ആണോ? അല്ല, ആദ്യമായിട്ടല്ല ഇവരിവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഫോമിൽ ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നു. അനീഷ് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ, 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നതാണോ? ഞാൻ കേറുന്നതിന്, അതായത് ഇവിടെ നിന്ന് കേറുന്നതിന് 3 ദിവസം മുൻപാണ് എനിക്ക് ഫൈനൽ. ഒന്നുകൂടെ ആലോചിക്കൂ. ഞങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളെ വിളിച്ച ദിവസങ്ങളെ ഏതാണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു 12-14 ദിവസം മുമ്പ് ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ കാണിക്കും. 12 ദിവസങ്ങൾക്ക് മുമ്പാണ്. അക്ബറിന് PR ഒന്നുമില്ലേ? അക്ബർ ചെറിയ തോതിലുണ്ടോ? ചെറിയ തോതിലേ. ഈ അനീഷ് പറഞ്ഞത് അക്ബറിന് മനസ്സിലായോ? അനീഷേട്ടൻ സാധാരണ രീതിയിൽ പറയണൊന്നും മനസ്സിലാവാറില്ല. അല്ല, PR എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നത് അയ്യോ, ശുദ്ധ കള്ളത്തരാണ്. സാധാരണ എന്താ പറയണത്? ഇവിടെ ഒരു വട്ടം പറയണ്ടായി, എന്തിനാണ് നിങ്ങൾ എന്താണ് PR, എന്താണ് സ്ട്രാറ്റജി, എന്താണ് ഗെയിം, എനിക്കറിയില്ല, ഞാനിവിടെ ജീവിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നലെയാണ് പറഞ്ഞത് നബി മാറും, എന്നെ ക്യാമറ കാണുന്നില്ല എന്നൊക്കെ. ഇത്രയും നാൾ നിങ്ങൾ കോൺഫിഡൻസോട് കൂടി പറഞ്ഞതാണ് ലാലേട്ടൻ പൊക്കിയത്. കറക്റ്റ് ആണ്. ഞാൻ നുണ പറഞ്ഞു. 3 days ആയിരുന്നില്ല. 3 days പിടിക്കുന്നറിയില്ലായിരുന്നു. നിങ്ങൾക്ക് അനീഷിനെ വേണമെങ്കിൽ വിളിച്ചോടായിരുന്നോ ആര്യൻ? അനീഷേട്ടനോട് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്ത് പറഞ്ഞാലും അനീഷേട്ടൻ ഒരു ടാസ്ക് ഉണ്ട്, താൻ പോയി പണി നോക്കണോ തന്റെ. അക്ബർ പുള്ളീനെ വിളിക്കാൻ ആര്യൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനാണ് പറഞ്ഞത് വിളിക്കണ്ട, കാരണം പോയി അക്ബറിന്റെ പണി നോക്കി പൊക്കോളൂ, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ ഡയലോഗേ പറയുള്ളൂ. കാരണം ഷാനവാസ് അതിന് ശേഷം പോയിട്ട് സംസാരിച്ചപ്പോ ഇതേ സെയിം ഡയലോഗ് അനീഷേട്ടൻ പറഞ്ഞു. ഷാനവാസ് പണി പോയി.